സന്ദീപ് വാര്യർ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് യുവമോർച്ച പ്രവർത്തകരുമായി ഡിവൈഎഫ്ഐക്കാർ ഏറ്റുമുട്ടി. ഇന്നിപ്പോൾ രണ്ടിടത്ത്, ഒരിടത്ത് BJP-ക്കാർ, ഒരിടത്ത് യുവമോർച്ച പ്രവർത്തകർ. രക്ഷാപ്രവർത്തനം നിങ്ങളെയും തേടി വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ്? ചർച്ച അവസാനിപ്പിക്കുക, അതിന്റെ ഒരു ലാർജർ പിക്ചർ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ വാസ്തവത്തിൽ ഈ യാത്ര എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യാത്രയുടെ പേര് നവകേരള യാത്ര എന്നാണ്. കാസർഗോഡും തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം പിന്നിട്ട് അടുത്ത ദിവസം തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും കേരളത്തിന്റെ എന്ത് പുതിയ ചിത്രമാണ്, എന്ത് നവകേരളമാണ് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്? എന്തെങ്കിലും തരത്തിലുള്ള കേരളത്തിന് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സർക്കാരിന്റെ പണം ചെലവാക്കി നടത്തുന്ന ഈ ധൂർത്ത് കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ പണം മുടക്കി CPM-ന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി ഈ വേദികളെ മാറ്റിയല്ലേ ചെയ്തത്? നോക്കൂ, ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നിരവധിയായിട്ടുള്ള പരിപാടികൾ നടക്കാറുണ്ട്. ഏതെങ്കിലും കേന്ദ്ര സർക്കാർ വേദിയിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയോ കോൺഗ്രസിനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുകയോ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ പരിപാടികൾ വെച്ച് കോൺഗ്രസിനെ ആക്രമിക്കാറുണ്ട്, രാഹുൽ ഗാന്ധിക്കെതിരായി പറയാറുണ്ട്, സോണിയാഗാന്ധിക്കെതിരായി പറയാറുണ്ട്, ഖാർഗെക്കെതിരായി പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരായി പറയാറുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ വേദി കെട്ടിയിട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയം പറയാറുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ വേദി കെട്ടി വികസന പദ്ധതികൾ ഉദ്ഘാടനം നടക്കും, വികസന പദ്ധതികളുടെ പ്രചാരണം നടക്കും. ഇപ്പോൾ വികാസ് ഭാരത് യാത്ര നടക്കുന്നുണ്ട്. അവിടെ ഇവിടെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം പറയുന്നില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടികൾ രാജ്യം മുഴുവൻ നടക്കുകയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ നടത്തുന്നുണ്ട്. UP യിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ തെലങ്കാനയിൽ ഇപ്പോൾ ഈ അടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ സർക്കാരിന്റെ പണം ചെലവാക്കി രാഷ്ട്രീയം പറയുന്നതല്ലോ നടക്കുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? കോടിക്കണക്കിന് റുപ്യ സർക്കാർ ഖജനാവിൽ ചെലവാക്കി രാഷ്ട്രീയം പറയുന്ന പരിപാടി കഴിഞ്ഞ ഒരു മാസക്കാലത്തിലധികമായി നടക്കുന്നു. ഈ ഒരു മാസക്കാലത്തിലധികമായി കേരളത്തിന്റെ ഭരണം പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. ഭരണം നടക്കുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് അത് അനുഭവവേദ്യമാകുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം എന്താ, ഇവിടെ ഭരണം ഉണ്ടായിട്ടും വലിയ കാര്യം. കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നുണ്ട്. ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചിത്രത്തിന് പുറത്തുപോയി, അതുകൊണ്ട് നിങ്ങളും കരിങ്കൊടിയുമായി വന്നേക്കാം, കുറച്ച് ഈ പറയുന്ന സമരമൊക്കെ ആയേക്കാം എന്നുള്ളൊരു നിലപാടായിരുന്നോ? അങ്ങനെയല്ല മാധു, ഞാൻ പറഞ്ഞല്ലോ, ലാർജർ പിക്ചർ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ചെറിയ രീതിയിലേക്ക് ചർച്ച കൊണ്ടുവരും. നമുക്ക് അതിലേക്ക് വരാം. നോക്കി, ഇവിടെ ഇപ്പൊ നടക്കുന്നത് എന്താ? ഈ നടന്നിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ അരുണാണ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യം എന്താ? കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഭരണം ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള സത്യമുള്ള കാര്യം. കാരണം ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം ഈ CPM-ന്റെ പ്രതിനിധി അരുണിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 7-7.5 വർഷക്കാലത്തിനുള്ളിൽ പിണറായി സർക്കാരിന്റെ കീഴിൽ നടന്നിട്ടുള്ള ഒരു 500 കോടി രൂപയുടെ മേലെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഏതെങ്കിലും ഒരു മെഗാ പ്രൊജക്ടിന്റെ കാര്യം നിങ്ങളുടെ സർക്കാരിന്റെ തനത് വിഭവം ഉപയോഗിച്ചുകൊണ്ട്, തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് പറയാൻ സാധിക്കുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഈ ദേശീയപാത വികസനമല്ലാതെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം കേരളം നടക്കുന്ന. കേരളം നിശ്ചലമായിരിക്കുകയാണ്. സർവ്വ മേഖലയിലും തകർന്നടിയിരിക്കുന്നു. ഈ നവകേരള യാത്ര നടക്കുന്ന അതേ സമയത്താണ് വാസ്തവത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ക്രമസമാധാന തകർച്ച. 2, സാമ്പത്തിക തകർച്ച. 3-ാമത്തത് മാധ്യമ വേട്ട. 4-ാമത്തത് മറിയക്കുട്ടി വേട്ട. ഈ 4 കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്ന്, സാമ്പത്തിക തകർച്ചയാണ്. ആരത് അഡ്മിറ്റ് ചെയ്തത്? കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ ഹൈക്കോടതിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. കേരളത്തിന്റെ കയ്യിൽ നയാ പൈസ ഇല്ല എടുക്കാൻ എന്ന് അഡ്മിറ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിമാർ ചോദിക്കുകയാണ്, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്നുള്ളത്. 2-ാമത്തെ കാര്യം എന്താണ്? ക്രമസമാധാന തകർച്ച. നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് CPM-ന്റെ പ്രതിനിധി തന്നെ പറയുന്നത്, പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ വളണ്ടിയർമാരെ വെച്ച് തിരിച്ചടിക്കുകയാണെന്ന് പറയുന്നത്. നോക്കൂ, ഇതിൽ കൂടുതൽ എന്ത് ദുരന്തമാണ് കേരളത്തിന് സംഭവിക്കാനുള്ളത്? അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു കഴിവ് കെട്ടവനാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് കേരളത്തിലെ ഈ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്ന് കേരളത്തിന്റെ CPM-ന്റെ പ്രതിനിധിയെ ചർച്ചയിൽ വന്നിരുന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസിനെ കൊണ്ട് കഴിയുന്നില്ല, പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല. പോലീസ് എന്ത് പണിയാണ് ചെയ്യുന്നത്? പോലീസ് ചെയ്യുന്നത് ഗുണ്ടാപ്പണി ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി ഗവൺമെന്റ് ചാടി ഇറങ്ങി പോലീസിന്റെ പണി ചെയ്യുന്നു. അല്ല, അരുൺ ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ. കേരളത്തിലെ പോലീസ് പണി അല്ല, നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ്, ആഭ്യന്തരമന്ത്രിയുടെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ആണ് അരുണോട് പറഞ്ഞത്. നിങ്ങൾ തിരിച്ചടിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞല്ലോ. നിങ്ങൾ നോക്ക്, ആരൊക്കെയാ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞത്? നവകേരള സദസ്സിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആളുകൾ തിരിച്ചടിച്ചിട്ടുണ്ടാവുന്ന പറഞ്ഞത്. ആരുടെ തലയ്ക്കാണ് നിങ്ങൾ വെച്ചു കൊടുത്തത്? കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികളുടെ, NSS-ന്റെയും NCC-യുടെയും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളുടെ തലയ്ക്കാണോ നിങ്ങൾ ഈ ഗുണ്ടാപ്പണിയുടെ നേതൃത്വം വെച്ചു കൊടുത്തത്? ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ NSS-ന്റെ കേഡറ്റ്, NCC-യുടെ കേഡറ്റ് ഈ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തു എന്ന് അരുണ് പറയാൻ സാധിക്കുമോ?
അവരെയല്ലേ നിങ്ങൾ സുരക്ഷാ ചുമതല ഏൽപ്പിച്ച്? അവരാരും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ചെയ്താരാ? ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളാ ചെയ്തത്. ആരൊപ്പം ചെയ്തത്? സർക്കാരിന്റെ പിന്തുണയോടുകൂടി. ആ അക്രമ സംഭവങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ അക്രമ സംഭവങ്ങളെ ഒരു നാണവും ഇല്ലാതിരുന്ന് ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അടിക്കുന്നതിന് എന്താ പറഞ്ഞത്? ജീവൻ രക്ഷാപ്രവർത്തനം എന്ന്. അപ്പൊ അടിച്ചോ എന്ന് മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം കൊടുത്തിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് സ്വന്തം അണികൾക്ക് നിങ്ങൾ തല്ലിക്കോ എന്ന് മുഖ്യമന്ത്രി ആഹ്വാനം കൊടുക്കുമ്പോ തല്ലുകൊണ്ടോ എന്ന് ഞങ്ങളുടെ പ്രവർത്തകരോട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ കോൺഗ്രസ് അല്ല. ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചും അടിക്കും. അതാണ് കൊല്ലത്ത് കണ്ടത്. ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചു ഓടിക്കും. സമരം ചെയ്യാൻ പോയ പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ഹെൽമെറ്റ് ഇട്ടാ വന്ന്. ആ ഹെൽമെറ്റ് നിങ്ങളൊന്ന് പരിശോധിക്ക്. സാധാരണ രീതിയിലുള്ള ഹെൽമെറ്റ് അല്ല. കൊട്ടേഷൻ സംഘങ്ങൾ കൊട്ടേഷൻ പരിപാടിക്ക് പോകുമ്പോൾ ധരിക്കുന്നത് പോലെ മുന്നിലെ ഗ്ലാസ് ഊരി വെച്ചുകൊണ്ട് മുഴുവൻ മറച്ചുകൊണ്ടുള്ള ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ആണ് ഗുണ്ടാ സംഘങ്ങൾ വന്നത്. ആ ഗുണ്ടാ സംഘങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കൊല്ലത്ത് ഞങ്ങളെ പ്രവർത്തകരെ ആക്രമിക്കാൻ വന്നവരാരും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആക്രമിക്കാൻ വന്നവരെ നല്ലവണ്ണം അടിച്ചുള്ളത് ശരിയാണ്, തിരിച്ചടിച്ചെന്നുള്ളത് ശരിയാ. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഇങ്ങോട്ട് അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കും. വേറെ നിവൃത്തിയില്ല. സംരക്ഷിക്കാൻ പോലീസില്ലല്ലോ. കേരളത്തിലെ പോലീസ് സംരക്ഷിക്കാൻ പ്രതിരോധ അപരാധമാണോ? ശരി.